ആശാവർക്കർമാരുടെ സമരം രാഷ്ട്രീയ പ്രേരിതമാണ്. നിങ്ങളെ മുതലെടുക്കാൻ വേണ്ടിയാണ് ഈ രാഷ്ട്രീയ പാർട്ടികൾ മുൻകൈയെടുത്ത് വരുന്നത്. ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകാനാണ് അവർ ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് കിട്ടേണ്ട ആനുകൂല്യത്തിനു വേണ്ടിയല്ല അവർ നിങ്ങളെ സപ്പോർട്ടുമായിട്ട് നിങ്ങൾക്ക് പിന്തുണയായിട്ട് വരുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കുക. UDFൻ്റെ ഭരണകാലത്ത് 600 രൂപയാണ് നിങ്ങൾക്ക് ആശാവർക്കർമാർക്ക് തന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ അത് എത്രയായി? 10ഉം 13ഉം വരെ ശമ്പളം നിങ്ങൾ മേടിക്കുന്നുണ്ട്. അത് കേരള സർക്കാർ തരുന്ന ദാനമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് വേണം സമരം ചെയ്യാൻ. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, കേന്ദ്രമാണ് ഈ ആശാവർക്കർമാരെ നിയമിച്ചിരിക്കുന്നത്. കേന്ദ്രം ഇത് പിൻവലിച്ചാൽ, ഈ ഒരു തസ്തിക ഇനി വേണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പണി പോയി, നിങ്ങൾക്കിനിയും ജോലിയില്ല. ഇതാണ് വരാൻ പോകുന്നത്. കേന്ദ്രം വിചാരിച്ചാൽ ആശാവർക്കർമാരുടെ ജോലി പോകും. പിന്നെ കേരളം നിങ്ങളെ ഏറ്റെടുക്കത്തൊന്നുമില്ല. അത് നിങ്ങൾ നല്ലപോലെ മനസ്സിലാക്കണം. കേരള സർക്കാരിൻ്റെ കൂടെ നിന്നുകൊണ്ട് അവർ പറയുന്ന കാര്യങ്ങൾ, അവർ ചെയ്യുന്ന കാര്യങ്ങൾ സന്തോഷത്തോടെ വാങ്ങി സമരം പിൻവലിച്ച് പോകുന്നതാണ് ഏറ്റവും നല്ലത്. 15 ദിവസം മാത്രമാണ് നിങ്ങൾ ജോലി ചെയ്യുന്നത്, പക്ഷെ 1 മാസം ശമ്പളം നിങ്ങൾ വാങ്ങും. നിങ്ങൾ മനസ്സിലാക്കുക. ഇവിടെ 30 ദിവസം ജോലി ചെയ്യുന്നവർക്ക് പോലും ഈ ശമ്പളം കിട്ടുന്നില്ല. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, അംഗനവാടി തൊഴിലാളികൾ, വർക്കർ ആൻഡ് ഹെൽപ്പർമാർ, അവർ കഠിനാധ്വാനമാണ് അവർ ചെയ്യുന്നത്. അവർക്ക് പോലും കിട്ടാത്ത ശമ്പളമാണ് നിങ്ങൾക്ക് ഈ 13 ദിവസം ജോലി ചെയ്യുമ്പോൾ കിട്ടുന്നത്. മറ്റേ അവർ 26 ദിവസവും ജോലി ചെയ്യണം. നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളിവിടെ എത്രമാത്രം ജോലി നിങ്ങൾ ചെയ്യുന്നുണ്ട്, സ്വയം നിങ്ങൾ തന്നെ വിലയിരുത്തുക. 15 ദിവസത്തെ ജോലിക്കാണ് നിങ്ങൾ ഈ ശമ്പളം വാങ്ങുന്നുവെങ്കിൽ അംഗനവാടിക്കാർക്ക് കിട്ടുന്ന ശമ്പളം എത്രയാണ്? അവരും സമരമായിട്ട് രംഗത്തിറങ്ങണമല്ലോ. കോൺഗ്രസ് അധികാരത്തിൽ വന്നപ്പോൾ 600 രൂപ കിട്ടിയെടുത്ത് ഇപ്പം നിങ്ങൾക്ക് 7000-ഉം 13,000 രൂപ വരെ നിങ്ങൾക്ക് ശമ്പളം കിട്ടുന്നു. എന്നിട്ടും നിങ്ങൾ കേരള സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നു. അത് നിങ്ങളെന്താ മനസ്സിലാവട്ടെ. രാഷ്ട്രീയക്കാരൊന്നും കാണത്തില്ല. നിങ്ങളുടെ പണി പോകുമ്പോൾ രാഷ്ട്രീയക്കാരൊന്നും കാണത്തില്ല. അത് നിങ്ങൾ നല്ലപോലെ മനസ്സിലാക്കുക. അപ്പോൾ ഈ രാഷ്ട്രീയക്കാർ നിങ്ങളെ മുതലെടുക്കാൻ വേണ്ടി നിങ്ങൾക്ക് പിന്തുണയായിട്ട് വലിയ ജാഥയൊക്കെ നടത്തുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ നിയമസഭയിൽ വാദിക്കുന്നുണ്ട്. കേന്ദ്രത്തിൽ കോൺഗ്രസിന് MP-മാർ നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നുണ്ട്. വെളിയിൽ നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ അവരുടെ വെട്ടി വീഴരുത്. വീണാൽ നിങ്ങൾക്ക് തന്നെയാണ് ദോഷം. നിങ്ങളത് മനസ്സിലാക്കണം. ഇപ്പം കേരള സർക്കാർ തരുന്നത് അവരുടെ ദയ കൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയും ശമ്പളം കിട്ടുന്നത്. കേന്ദ്രം പോലും തരുന്നില്ല. അവിടെയാണ് നിങ്ങൾക്ക് കേരള സർക്കാർ ഇത്രയും ശമ്പളം തന്ന്, ആനുകൂല്യങ്ങളും തന്ന്, ഇൻസെൻറ്റീവും തന്നെല്ലാം തന്നുകൊണ്ട് നിങ്ങളെ പരിപാലിക്കുന്നത്. നിങ്ങൾ ആ സർക്കാരിനെതിരെ സമരം ചെയ്യുവാൻ ഇന്ന് തെരുവിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അത് രാഷ്ട്രീയ പ്രേരിതമാണ്. നിങ്ങളെന്താ തിരിച്ചറിയാതെ? ഇവരെ നിങ്ങൾക്ക് ഗുണം ചെയ്യുവാനല്ല വരുന്നത്, നിങ്ങളെ തെരുവിൽ തന്നെ നിർത്തുവാൻ വേണ്ടിയാണ് അവർ രംഗത്ത് വന്നിരിക്കുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. വോട്ട് ബാങ്കാണ് അവരുടെ ലക്ഷ്യം. നിങ്ങൾക്ക് പിന്തുണ തന്നിട്ട് ലക്ഷ്യം വോട്ട് ബാങ്കാണ് അവർക്ക്. ഇത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്ക് ചോദിക്കാം, നിങ്ങളുടെ ഭരണസമയത്ത് ഞങ്ങൾക്ക് എത്ര രൂപ നിങ്ങൾ തന്നു, ഇന്ന് ഞങ്ങൾ എത്ര രൂപ വാങ്ങുന്നു, എന്തുകൊണ്ട് നിങ്ങൾക്ക് ചോദിക്കാൻ കഴിയുന്നില്ല? അത് ഇടതുപക്ഷ സർക്കാരല്ലേ തരുന്നത്. അപ്പോൾ ഇവിടുത്തെ
നിങ്ങൾ തൊഴിലാളികളല്ല, സ്വയം സേവകരാണ്. അങ്ങനെയാണ് നിങ്ങൾ ജോലി ചെയ്യുന്നത്, അങ്ങനെയാണ് നിങ്ങളെ എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ സമരമായിട്ട് മുമ്പോട്ട് പോയിട്ട് കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് ലഭിക്കേണ്ട അങ്ങേയറ്റത്തെ തുക ഇപ്പം നിങ്ങൾക്ക് ഈ 15 ദിവസം ജോലി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കി ഈ സമരത്തിൽ നിന്ന് നിങ്ങൾ പിന്തിരിയണം. അതാണ് ആവശ്യം. ഇല്ല എങ്കിൽ കേന്ദ്രം ഒരു നിലപാടെടുത്താൽ ഈ തസ്തിക തന്നെ ഇല്ലാതാകും, നിങ്ങളുടെ ജോലി നഷ്ടപ്പെടും. അതാണിപ്പോൾ വരാൻ പോകുന്നത്. അത് നിങ്ങൾ നല്ലപോലെ മനസ്സിലാക്കിയാൽ നല്ലത്. കേന്ദ്രം വേണ്ടെന്ന് പറഞ്ഞാൽ, ഈ തസ്തിക വേണ്ടെന്ന് പറഞ്ഞാൽ വേണ്ട. പിന്നെ കേരളം നിങ്ങളെ എടുക്കത്തൊന്നുമില്ല, നിങ്ങളെ പറഞ്ഞു കൊടുക്കും. ഇത് നിങ്ങൾ മനസ്സിലാക്കി വേണം ഇന്ന് തെരുവിലിറങ്ങി സമരം ചെയ്യാൻ. അപ്പോൾ അത് മനസ്സിലാക്കി കേരള ഗവൺമെൻറ്റിനോട് ചേർന്ന് അവർ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. അതാണ് കുറച്ചുകൂടെ നല്ലത്.